ഡോ ഡോ എഴുന്നേക്ക്. എന്താ ഇപ്പൊ ഉണ്ടായേ? നമ്മളിപ്പോ എവിടാ? ഞാൻ ചത്തോ? എന്റെ സാറേ, നമ്മളിപ്പോ എന്റെ വീട്ടിൽ തന്നെയാ. അപ്പോ നമ്മള് ചത്തില്ലേ? ഇല്ലെന്നേ. അവനത് നടേശൻ ദേ കിടക്കണു. അല്ല, ഇപ്പൊ എന്താ വീട് പൊട്ടിത്തെറിക്കാത്തെ? എന്റെ സാറ് നിങ്ങളും പൊട്ടനാണോ? എന്റെ ഈ വീടിന്റെ സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഗ്യാസ് കുത്തിച്ചാ ഞാൻ കഞ്ഞി കുടിക്കുന്നതെന്ന്. അപ്പൊ ഈ മുന്തിരി കൊണ്ട പറഞ്ഞതോ കുറ്റിയിരിപ്പുണ്ട്, അതിലെ ഗ്യാസ് തീർന്നിട്ട് വർഷങ്ങളായി. എന്നാ പിന്നെ നിനക്ക് കുറച്ച് നേരത്തെ പറഞ്ഞോടാ കുത്തായി. അതിന് ഞാനറിയാം നിങ്ങൾ എടുത്തിയായിട്ട് ജിത്തു ജോസഫ് കളിക്കുമെന്ന്. ആരെങ്കിലും പെട്രോൾ എടുത്ത് ഇമാതിരി കുപ്പിയിൽ വെക്കോളാ? അതൊരു വലിയ കഥയെ പറ്റിപ്പോയി. അല്ല, തന്നെ ആരാ പോലീസിലെടുത്ത്? പെട്രോളിന്റെ കളർ ഉണ്ടാ മനസ്സിലാവാത്ത കിഴങ്ങൻ. ഞാനോർത്തുന്ന കരിഞ്ഞാരി വെള്ളം തിളപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. കരിഞ്ഞാരി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അതേ ചോട്ടാപ്പിയും ചത്തിട്ടില്ല. ഏതായാലും ഉണ്ട വേസ്റ്റ് ആയില്ല. ഇതാ കിടക്കുന്നത് കണ്ടാ? നടേശ തീർന്നു. 1 ഷോട്ട്, സിംഗിൾ ഷോട്ട്. സാം ഉണ്ട നിങ്ങളെ വെടികൊണ്ട് കിടക്കുന്നതല്ല. കുപ്പി പൊട്ടി തെറിച്ച് പുരിച്ചികള് തെറിച്ച് നിങ്ങളുടെ മുഖം മുറിഞ്ഞു. ആ ചോര കൊണ്ട് ബോധം പോയതാ. ഇവിടെ കിടന്ന താളം വിടാതെ സ്റ്റേഷനിലോട്ട് വിളിക്കേ. അങ്ങനെ നടേശൻ വീട്ടും അകത്തായി. ജയിൽ ചാടിയ തടവുള്ളിയെ പിടിക്കാൻ സഹായിച്ചതിന് സർക്കാർ എനിക്ക് 10 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. നടേശന് ജയിൽ ചാടലും സാംസാറിനെയും എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതും എല്ലാം കൂടി ആയപ്പോൾ നേരത്തെ കിട്ടിയ 12 വർഷം കൂടാതെ മറ്റൊരു 12 വർഷവും കൂടെ കൂട്ടി ആകെ മൊത്തം 24 വർഷം അകത്ത് കിടക്കാൻ വകുപ്പായി. നടേശൻ വെറും 12 വർഷം അകത്തുകൾ തേടിയിരുന്ന് നിങ്ങൾ കിടപ്പ് കാണിച്ച് പുറത്തു ചാടി ഇപ്പോൾ 24 വർഷമാക്കി അടിച്ചു കിട്ടി അലഞ്ഞു നാറിയിരിക്കുകയാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതികരണം? നടേശ കൊല്ലൂന്ന് പറഞ്ഞാ കൊന്നിരിക്കും. നടേശൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കൾ തന്റെ കൊച്ചിയിൽ അച്ചി വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നു, സെൻട്രൽ ജയിലിലോട്ടാണ്. അവിടെ ഇരുന്ന് എങ്ങനെ പണ്ടുവെന്നാണ് നിങ്ങൾ പറയുന്നത്? നടേശൻ കൊല്ലുവെന്നേ പറഞ്ഞിട്ടുള്ളൂ. നടേശൻ തന്നെ കൊല്ലുവെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ?